ഇവിടെ ആരുമില്ലേ? ഹലോ, ആരുമില്ലേ? ആരാ? ഞാൻ അട്ടക്കുളങ്ങര അംബുജാക്ഷൻ. ഓ, എന്താ ഇവിടെ ഈ ക്ലീറ്റസ് എന്താ കാര്യം? അല്ല, ഒരു അത്യാവശ്യ കാര്യമൊന്നും സംസാരിക്കാനുണ്ടായിരുന്നു. എന്നാ വരൂ, ഇരിക്കാം. അല്ല, ഇരിക്കാനൊന്നും സമയമില്ല. ക്ലീറ്റസിനൊന്ന് അത്യാവശ്യമായിട്ട് കാണണം. കാണാം. അതിനെന്താ, വരൂ ഇരുന്നിട്ട് സംസാരിക്കാമല്ലോ. ശരി. എന്താ അറിയോ, അളിയനെ കാണാൻ വരുന്ന ആളുകളെ മര്യാദക്ക് സൽക്കരിച്ചില്ലെങ്കിൽ അളികളിന് ഭയങ്കര വിഷമമായിരിക്കും. ആയിക്കോട്ടെ. എന്താ കാര്യം? ഞാൻ ഈ എഴുത്തുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കാൻ വന്നതാണ്. അയ്യോ, സീരിയലാണെങ്കിൽ അളിയൻ എഴുതില്ല. ഇനിയിപ്പോ സിനിമയോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ ഞാനും കൂടെ ഒന്ന് പറഞ്ഞു നോക്കാം. അളിയാ ഞാനും ഒരു എഴുത്തുകാരനാണ്. ഓ, ചെറുകഥകളൊക്കെ എഴുതിയിട്ടുണ്ട്, നോവലുകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, അവാർഡും കിട്ടിയിട്ടുണ്ട്. അത് ശരി. ഇപ്പൊ വന്ന കാര്യം എന്താന്ന് വെച്ചാൽ, ഇത് കണ്ടില്ലേ, 3 കൊല്ലം മുമ്പ് ഇറങ്ങിയ ഒരു പുസ്തകമാണ്. ഇതൊന്ന് നോക്കൂ, എൻ്റെ ഫോട്ടോ. ഞാൻ എഴുതിയ ചെറുകഥയാണത്. ഇത് പള്ളി പുള്ളി തെറ്റാതെ നിങ്ങളുടെ അളിയൻ മോഷ്ടിച്ച് ഒരു ചെറുകഥാ മത്സരത്തിന് അയച്ചിരിക്കുന്നു. അവിടെ നിന്ന് അവാർഡും മേടിച്ചിരിക്കുന്നു. എനിക്കിതിൻ്റെ നഷ്ടപരിഹാരം കിട്ടിയേ പറ്റുള്ളൂ, 1 ലക്ഷം. അല്ലെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് കേസിന് പോകും. എന്താ വേണ്ടതെന്ന് നിങ്ങൾ തീരുമാനിച്ചോ. അളിയാ, വാ. എന്താണ് അളിയാ? അളിയനെ കാണാൻ വേണ്ടി വന്നതാ. നമസ്കാരം. നമസ്കാരം. ഞാൻ അട്ടക്കുളങ്ങര അംബുജാക്ഷൻ. ഓ, ഞാൻ കേട്ടിട്ടില്ല അങ്ങനെ അധികം. കേൾക്കാൻ വഴിയില്ല, ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. ഇതാണ് ഞാൻ. ഇതെൻ്റെ കൈവിലങ്ങുകളെ സാക്ഷി എന്ന് പറഞ്ഞ കഥ. ഇതും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇത് വള്ളി പുള്ളി തെറ്റാതെ അങ്ങനെ തന്നെ കോപ്പി അടിച്ച് അവാർഡിന് അയച്ചിരിക്കുന്നു. എന്നിട്ട് ആ അവാർഡ് നേടിയിരിക്കുന്നു ചെറുകഥാ മത്സരത്തിൽ. എനിക്കിപ്പോൾ ഇതിന് നഷ്ടപരിഹാരം തരണം നിങ്ങൾ. 1 ലക്ഷം രൂപ തന്നാൽ മതി, അധികമൊന്നും തരണ്ട. അതല്ലെങ്കിൽ ഞാൻ കേസിന് പോകും, ഉറപ്പാ. എന്താണെന്നറിയില്ല കേട്ടോ. ഞാൻ എൻ്റെ ഭാവനയിലിട്ട് ഉരുട്ടി റെഡിയാക്കിയ അതേ കഥ ഈ പുള്ളിയുടെ കഥയായിട്ട് ഭയങ്കര സാമ്യം. ഉരുട്ടി ഉണ്ടാക്കിയതോ? താൻ മനസ്സിലിട്ട് ഉരുട്ടി ഉണ്ടാക്കിയതാണോ? ഇത് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഉരുട്ടി ഉണ്ടാക്കിയതാ. എൻ്റെ തലയിൽ, എൻ്റെ ചിന്തയിൽ നിന്ന് ഉരുട്ടി ഉണ്ടാക്കിയതാണ്. മനസ്സിലായില്ലേ? ഇത് അതേപോലെ കോപ്പി അടിച്ച്, കാരണം മത്സരത്തിനൊക്കെ അയച്ചിട്ട് സമ്മാനം മേടിച്ച് ഞെളിഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. വലിയ കഥാകാരനാണെന്നും പറഞ്ഞ്. അളിയൻ പറയുന്നത് താൻ സീരിയലിന് എഴുതാൻ പോകുന്നു, സിനിമയ്ക്ക് എഴുതാൻ പോകുന്നു. ഇതേ എഴുതണമെങ്കിലേ തലയിൽ കുറച്ച് ആൾതാമസമൊക്കെ വേണം. ചുമ്മാ ഇങ്ങനെ കോപ്പി അടിച്ചുണ്ടാക്കി സാഹിത്യകാരനാണെന്ന് ഞെളിഞ്ഞ് നടക്കാനൊന്നും പറ്റില്ല. പറഞ്ഞ മനസ്സിലായോ? എനിക്കിതിൻ്റെ നഷ്ടപരിഹാരം കിട്ടിയേ പറ്റൂ. എല്ലാവരും കേൾക്കാനാ പറയണം. 1 ലക്ഷം രൂപയെങ്കിലും എനിക്ക് കിട്ടിയേ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഞാൻ കേസിന് പോകും, ഉറപ്പാണ്. നിങ്ങളുടെ കുടുംബം വരെ ഞാൻ നാട്ടിക്കും. എല്ലാവിധ തെളിവുകളും ഉണ്ട് എൻ്റെ കയ്യിൽ. മറുപടി പറയണം മിസ്റ്റർ. എന്നെ നോക്കിട്ടെന്താ കാര്യം? ചേട്ടൻ വന്നേ. അതെ, എഴുത്തുകാരന്റെ വിഷമം എത്രത്തോളം ഉണ്ടാവും എന്നുള്ളതൊന്നും ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. അല്ല, എനിക്കറിയാം. പിന്നെ 1 ലക്ഷം രൂപ നഷ്ടപരിഹാരം എന്നുള്ള വിലക്കൊന്നും അങ്ങനെ വാശി പിടിക്കരുത്. അല്ലല്ല, 1 ലക്ഷം കിട്ടിയേ പറ്റുള്ളൂ. അല്ല, അത് തരാൻ ഞങ്ങളുടെ കയ്യിൽ ഉണ്ടാവില്ല, അതാ പറയണേ. ഒരു കാര്യം ചെയ്യാൻ പറ്റും. എൻ്റെ അളിയൻ കഥ മോഷ്ടിച്ചിട്ട് അതിന് അവാർഡ് വാങ്ങിയിട്ടുള്ള അവാർഡ് തുകയായിട്ടുള്ള 25,000 രൂപ ഉണ്ടാവും. ആ പൈസ ഞങ്ങൾ ചേട്ടന് തരാം. അത് തരുമെന്നേറ്റല്ലോ? അത് തരും. നിങ്ങൾ അളിയനും ഭാര്യയും ഏറ്റൊരു കാര്യമാണ്. ഉടനെ തരും. അല്ലെങ്കിൽ ഞാൻ കേസിന് പോകും, യാതൊരു വ്യത്യാസവും. ഓ, പിന്നെന്താ. ആ പൈസ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ സാറിന് അയച്ചു കൊടുക്കണം കേട്ടാ. ശരി. ഓ, ആയിക്കോട്ടെ. വിളിച്ചോണ്ട് പോ. മതി. പോയി. പോര്. ബാബാ പോര്. കള്ള കഥക്കള്ള നാണം.